ജനിക്കുന്നതിന്റെ മുമ്പേ അത്ഭുതങ്ങൾ കാണിച്ച് ജനിക്കുന്നതിന്റെ മുമ്പേ സകല തലമുറകളും കാത്തിരുന്ന മഹത്തായ ഒരു ജന്മമുണ്ടെങ്കിൽ അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ജനിക്കുന്നതിന്റെ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് അറേബ്യ ഭരിച്ചിരുന്ന, യമൻ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയുണ്ട്. ആ ഭരണാധികാരിയുടെ പേര് തുബ്ബ എന്നാണ്. തുബ്ബ ചക്രവർത്തി ഒരിക്കൽ മദീന സന്ദർശിക്കുകയുണ്ടായി. ആ മദീന സന്ദർശിച്ചപ്പോൾ മദീനത്തുണ്ടായിരുന്ന ജൂതന്മാര് അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, ഈ നാടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ നാട്ടിലേക്കാണ് ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരാനുള്ളത്. അവിടുന്ന് താമസിക്കുന്നത് ഇവിടെയാണ്, അവിടെ നന്ദി ഉറങ്ങുന്നത് ഇവിടെയാണ്. അങ്ങനെ തുബ്ബ ചക്രവർത്തി ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ വീട് മദീനയിൽ പണികഴിപ്പിക്കുകയാണ്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നു. അവിടെ എത്തിയപ്പോ അൻസ്വാരികൾ നബി തങ്ങളുടെ ചുറ്റും വന്ന് കൂടിയിട്ട് പറഞ്ഞു, നബിയെ, അങ്ങ് എന്റെ വീട്ടിൽ വരണം. ഓരോരുത്തരും വിളിക്കുകയാണ്, അങ്ങ് അതിഥിയായി എന്റെ വീട്ടിലേക്ക് കടന്നു വരണം. അങ്ങയെപ്പോലെ ഒരു അതിഥി ഇനി എന്റെ ജീവിതത്തിൽ കിട്ടുകയില്ല യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും എന്നെ വിളിക്കേണ്ടതില്ല. എന്റെ ഒട്ടകം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്ന ഒട്ടകമാണ്. ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ താമസം. അങ്ങനെ ഒട്ടകം അവസാനം മുട്ടുകുത്തിയത് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്ന വീട്ടിലാണ്. ആ വീടിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താമസിക്കാൻ മദീന സന്ദർശിച്ച നേരത്ത് തുബ്ബ ചക്രവർത്തി പണികഴിപ്പിച്ച അതേ വീടിന്റെ മുമ്പിലാണ് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം വന്നുകൊണ്ട് മുട്ടുകുത്തിയത്. ഇതൊക്കെ കേവലം ചരിത്രത്തിന്റെ യാദൃച്ഛികത മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? എല്ലാം അള്ളാഹുവിന്റെ മുൻകൂട്ടിയുള്ള നിശ്ചയമാ. എല്ലാം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി കൊടുക്കുകയാണ്. ഒരിക്കൽ മദീനയിലെ ജൂതന്മാർ അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഏർപ്പെട്ടു നിൽക്കുന്ന നേരത്ത് ആ മദീനയിലെ ഒരു മലയുടെ മുകളിൽ ഒരു ജൂതനായ പണ്ഡിതൻ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൽ യഹൂദ്, അല്ലയോ ജൂതന്മാരെ, ഒന്ന് കടന്നു വരൂ. ജൂതന്മാർ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആകാശത്തേക്ക് നോക്കൂ, അതാ അഹ്മദ് എന്നു പേരുള്ള നക്ഷത്രം അവിടെ ഉദയം ചെയ്തിരിക്കുന്നു. അഹ്മദ് എന്നു പേരുള്ള നക്ഷത്രം ആകാശത്ത് ഉദയം ചെയ്തിരിക്കുന്നു. അഥവാ നാം കാത്തിരുന്ന പ്രവാചകൻ ലോകത്തെവിടെയോ ജനിച്ചിരിക്കുന്നു എന്ന്. ഹബീബായ മുത്തനബി തങ്ങൾ ജനിച്ച ആ നിമിഷം മദീനത്തെ ഒരു ജൂതനായ മനുഷ്യൻ, ഒരു പണ്ഡിതൻ തന്റെ കൂടെയുള്ള ആളുകളോട് വിളിച്ചു പറഞ്ഞത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ എത്രയെത്ര നൂറുകണക്കിന് ചരിത്രങ്ങൾ നമുക്കറിയാലോ. അറേബ്യയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന കാലത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത് മുശ്രിക്കീങ്ങളാണ്, ബഹുദൈവ ആരാധകരാണ്. അവിടെ വേദക്കാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അവര് ജീവിച്ചിരുന്നത് ഷാമിലാണ്, അതായത് സിറിയ, ഫലസ്തീനിന്റെ ഒക്കെ ഭാഗങ്ങളിലാണ്. ഫലസ്തീനിന്റെ ഭാഗങ്ങളിലാണ് അവർ കൂടുതലുള്ളത്. അറേബ്യൻ സൗദി അറേബ്യയുടെ ഇന്നത്തെ ഭാഗങ്ങളിലൊന്നും അവർ കൂടുതലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മദീന എന്ന് പറയുന്ന ഒരു നാടൊഴികെ അവിടെ ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂടുതലുണ്ടായിരുന്നു. മറ്റുള്ള മദീനയുടെ അപ്പുറത്തുള്ള ഗ്രാമങ്ങളിലോ മറ്റു പ്രദേശങ്ങളിലോ ഒന്നും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒന്നും താമസം കാണാൻ കഴിയില്ല, ആ കാലത്തെ ഇല്ല. എന്തേ മദീനയിൽ മാത്രം ജൂതന്മാരും ക്രിസ്ത്യാനികളും വന്ന് താമസിക്കാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ നൂറുകണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊരു പ്രവാചകന് വന്ന് താമസിക്കാനുള്ള ഇടമാണ്. ആ പ്രവാചകന്റെ പേര് അഹ്മദാണ് എന്ന് മനസ്സിലാക്കി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മദീനത്തേക്ക് വന്നു താമസിച്ചവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും. ഇത് അത്ഭുതമല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? ലോകത്ത് ഒരു കുഞ്ഞും അങ്ങനെ ജനിച്ചിട്ടില്ല. ആ കുഞ്ഞിന്റെ ജന്മത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയായിരുന്നു. ഏതൊരു മഹാനായ കുഞ്ഞിന്റെ തിരുജന്മത്തിന് വേണ്ടിയാണോ സ്വർഗീയ ലോകം അലങ്കരിക്കപ്പെട്ടത്? ഏതൊരു മഹാനായ കുഞ്ഞിന്റെ തിരുജന്മത്തിന് വേണ്ടിയാണോ ഹൗറുല്യങ്ങളും മലക്കുകളും അണിഞ്ഞൊരുങ്ങി കാത്തിരുന്നത്? ഏതൊരു മഹാനായ കുഞ്ഞിന്റെ തിരുജന്മത്തിന് വേണ്ടിയാണോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷത്തോടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, ലോകമേ, ഇതാ നിങ്ങൾ കാത്തിരുന്ന ജന്മം അടുത്തിരിക്കുന്നു എന്ന്. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഇതിഹാസമെഴുതിയ ബശറരെ, ഇസ്ലാമിൻ മരതക ബദറരെ, ഇതിഹാസമെഴുതിയ ബശറരെ, ഇസ്ലാമിൻ മരതക ബദറരെ, ബദർ പോലെ കത്തും നാമം യാ റസൂലല്ലാഹ്, ബദർ പോലെ കത്തും നാമം യാ റസൂലല്ലാഹ്, യാ റസൂലേ യാ ഹബീബേ യാ ഹബീബല്ലാഹ്, ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ, ഉലകിലകിലം പ്രകാശമേ ഉടയവന്റെ ദാനമേ, മക്കപതിയിലന്നദാ, മക്കപതിയിലന്നദാ, മുഖ്യ ഖുറൈശി വീട്ടിൽ വന്നതാ, ഹക്കോളി ദീപം കണ്ടതാ, മുഖ്യ ഖുറൈശി വീട്ടിൽ വന്നതാ, ഹക്കോളി ദീപം കണ്ടതാ. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി കടന്നു വരുന്നതിന്റെ മുമ്പ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് സിറിയയിലേക്ക് കച്ചവടവുമായി യാത്ര ചെയ്ത ഒരു സംഭവമുണ്ട്. അദ്ദേഹം കച്ചവടത്തിന് വേണ്ടി സിറിയയിലേക്ക് പോവാൻ. അപ്പോ ബുസ്റ എന്ന് പറയുന്ന പ്രദേശത്തെത്തുമ്പോൾ ഒരു പുരോഹിതനായ മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തോട് ആളുകളോട് ചോദിച്ചു, പരിശുദ്ധമായ മക്കത്ത് നിന്ന് വന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഞാനുണ്ട്, ഞാൻ മക്കത്ത് നിന്ന് വന്നതാണ്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടില് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു സംഭവം നടന്നതായിട്ട് ഈ അടുത്ത കാലത്ത് പറയാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു സംഭവം നടന്നതായിട്ട് എന്റെ ഓർമ്മയിലില്ല, അങ്ങനെ പറയാനൊന്നുമില്ല. അപ്പോൾ ആ വേദക്കാരനായ പുരോഹിതൻ പറഞ്ഞു, എങ്കിൽ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകന്റെ രംഗപ്രവേശം സംഭവിച്ചിരിക്കുന്നു. അഹ്മദ് എന്നു പേരുള്ള ഒരു പ്രവാചകൻ നുബുവത്തുമായി കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മഹാനവറുകൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഈ ആയിരക്കണക്കിന് നൂറുകണക്കിന് കിലോമീറ്റർ പുറത്ത് ബുസ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ മനുഷ്യൻ മനസ്സിലാക്കിയത്? മക്കക്കാരനായ എനിക്ക് പോലും അറിയാത്ത ഈ വാർത്ത എങ്ങനെയാണ് അദ്ദേഹം അറിഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, ഈ പ്രവാചകന്റെ വർത്തമാനങ്ങളും വിശേഷങ്ങളും, ആ പ്രവാചകൻ ഏതു കാലത്താണ് എവിടെയാണ് ജനിക്കുന്നത് എന്ന് കൃത്യമായി എന്റെ വേദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അത്ഭുതത്തോടുകൂടി മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു തിരിച്ചു മക്കയിലേക്ക് പോവുകയാണ്. പരിശുദ്ധമായ മക്കയിലെത്തുമ്പോൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മക്കയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നമ്മുടെ കൂട്ടുകാരനില്ലേ അബ്ദുല്ല എന്നവരുടെ പൊന്നോമന പുത്രനായ സത്യസന്ധതയുടെയും സൽസ്വഭാവത്തിന്റെയും സകല ഗുണങ്ങളുടെയും സമഞ്ജസ സമ്മേളനമായ ഈ മക്കയിലുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകായോഗ്യനായ അൽ-അമീനും അസ്വാദിഖുമായ നമ്മുടെ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വവുമായി കടന്നു വന്നിരിക്കുന്നു, നുബുവത്തുമായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഞാൻ അവിടുത്തെ വിശ്വസിച്ചിരിക്കുന്നു, ഞാനിപ്പോൾ മുസ്ലിമാണ്, ഞാൻ മുത്തുനബി തങ്ങളുടെ അനുയായിയാണ്. അല്ലയോ ത്വൽഹ, നിങ്ങളും ആ പ്രവാചകനിൽ വിശ്വസിക്കണം. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ തെളിവിന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം മുത്തുനബി തങ്ങളുടെ അരികിൽ വന്ന് മുസ്ലിം ആവുകയും ഹബീബായ തങ്ങളുടെ അനുയായികളിൽ ഒരാളായി തീരുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചരിത്രം ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഏതൊരു മഹാത്മാവിന് വേണ്ടി ലോകം കാത്തിരുന്നിട്ടുണ്ടോ, അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം ഹവ്വാക്കും മുന്നേ വുജൂദ, മലക് ജിന്നും ആ കാലിൽ സുജൂദ. ആദം ഹവ്വാക്കും മുന്നേ വുജൂദ, മലക് ജിന്നും ആ കാലിൽ സുജൂദ. ചെയ്യുവാനാശ പൂക്കും ഹബീബ്, പെയ്തു തീരാത്ത ഇൽമിന്റെ തോപ്പ്. ചെയ്യുവാനാശ പൂക്കും ഹബീബ്, പെയ്തു തീരാത്ത ഇൽമിന്റെ തോപ്പ്. അരികെ വന്നാലും പൂരണപ്പൂവേ, അഖില വിജയത്തിൻ കാരണമല്ലേ.
വിരിയുമാ സ്നേഹ ലോചനമെൻ്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ. ഹക്ക് സെ പായേ വോ ഷാനെ കരീമി മർഹബാ ദോനോ ആലം കെ വാലി. ഹക്ക് സെ പായേ വോ ഷാനെ കരീമി മർഹബാ ദോനോ ആലം കെ വാലി. उनकी रहमत का चमका सितारा जिन पे नजरे करम तुमने डाली. उनके रहमत का चमका सितारा जिन पे नजरे करम तुमने डाली. അരികെ വന്നാലും പൂരണപ്പൂവേ അഖില വിജയത്തിൻ കാരണമല്ലേ. വിരിയുമാ സ്നേഹലോചനമെൻ്റെ ഹൃദയമുണരാൻ ഉദിക്കുന്നതല്ലേ. പരിശുദ്ധമായ മക്ക നഗരത്തിൽ ജനങ്ങൾ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റിപ്പറ്റി തങ്ങളുടെ ജീവിതത്തിന്റെ കാര്യങ്ങൾ കരുപ്പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം. കുറെ ആളുകൾ അവിടെ തവാഫിലാണ്. പലരും പല രീതിയിലുള്ള ആരാധനകളിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ്. പലരും കച്ചവടത്തിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ്. പലരും പല രീതിയിലുള്ള തൊഴിലിൽ ഏർപ്പെട്ടു നിൽക്കുകയാണ്. ആ സമയത്താണ് ഊശാൻ താടിക്കാരനായ ഒരു ജൂത പണ്ഡിതൻ വന്നുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തിന്റെ പരിസരത്ത് വന്നു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്, യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ ഒന്ന് കടന്നു വരൂ. ഖുറൈശികൾ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും അടങ്ങുന്ന വലിയൊരു സംഘം അദ്ദേഹത്തിന്റെ ചുറ്റും വന്ന് കൂടി നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതാ ഒരു പ്രവാചകന്റെ ജന്മത്തിന് സമയമെടുത്തിരിക്കുകയാണ്. ആ പ്രവാചകൻ ജനിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ നാടായ ഈ മക്കയിൽ തന്നെയാണ്. ആ പ്രവാചകൻ ജനിക്കുന്നത് നിങ്ങളുടെ കുടുംബമായ നിങ്ങളുടെ കുലമായ ഖുറൈശി കുലത്തിൽ തന്നെയാണ്. അത് കേട്ടപ്പോൾ മക്കക്കാരായ പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ പഴയ കാലത്തെ വേദങ്ങൾ ഓതിയവരല്ല, തൗറാത്തും ഇഞ്ചീലും വായിച്ചവരല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ചുള്ള സൂചന അവർക്കറിയില്ല. അവരത് വിശ്വസിക്കാതെ ആ മനുഷ്യന്റെ അരികിൽ നിന്ന് പിരിഞ്ഞുപോയി. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായി മാറിയ മഹദിയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ നബിതങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പേ മുത്ത് നബിതങ്ങൾക്ക് വേണ്ടി തന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നിട്ട പരിശുദ്ധമായ മക്കത്തെ മഹിളാ രത്നമാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി നബിതങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നബിയെ, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മക്കയിൽ ജനിക്കാൻ പോകുന്ന, ഈ മക്കയിൽ കടന്നു വരാൻ പോകുന്ന പ്രവാചകൻ നിങ്ങളായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. വിവാഹം ചെയ്യുന്നതിന്റെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 20 വയസ്സുള്ളപ്പോ, നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ 20 കൊല്ലം മുമ്പ്, നബി തങ്ങൾ കുട്ടിത്തം കഴിഞ്ഞ് ഒരു യുവാവായി വളർന്നു വരുന്ന ആ സമയത്ത് തന്നെ ഖദീജ ബീവി ഉറപ്പിച്ചിട്ടുണ്ട്, മക്കയിൽ ഒരു നബി വരുന്നുണ്ടെങ്കിൽ അത് അബ്ദുല്ലാഹിയുടെ പുത്രനായ ഈ ചെറുപ്പക്കാരൻ തന്നെ ആയിരിക്കുന്നത്. അങ്ങനെ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തന്റെ ഖൽബിന്റെ വാതിലുകൾ തുറന്നിട്ട മഹിളാ രത്നമാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. പരിശുദ്ധമായ ദീനിന്റെ സന്ദേശവുമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹിറാ ഗുഹയിൽ കടന്നു വന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദേശം ഏറ്റുവാങ്ങി വല്ലാത്ത പേടിയോടെ, വല്ലാത്ത ആശങ്കയോടെ മുത്ത് നബി തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ അരികിലേക്ക് ഒരൽപ്പം സമാധാനത്തിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി കടന്നു വന്ന മുത്ത് നബി തങ്ങൾ പറഞ്ഞു, സമ്മിലൂനി, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടുമോ ഖദീജ, എന്നെ ഒന്ന് സമാധാനിപ്പിക്കുമോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. നബിതങ്ങളെ കിടത്തിയിട്ട് പുതപ്പിട്ട് മൂടിക്കൊടുക്കുകയാണ്. മുത്ത് നബിതങ്ങളുടെ മനസ്സിൽ കുളിരുകോരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞ് നബിതങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയാസപ്പെടുന്ന മനസ്സിനെ ആശ്വസിപ്പിക്കുവാൻ ഖദീജ ബീവി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ, നബിയെ, ഒരിക്കലും അല്ലാഹു അങ്ങയെ കൈവിടുകയില്ല, അല്ലാഹു അങ്ങയെ ഒരിക്കലും കൈവിട്ടുകളയില്ല. അങ്ങ് നന്മ ചെയ്യുന്നയാളാണ്, അങ്ങ് മാതൃകാ പുരുഷനാണ്, അങ്ങ് സൽഗുണ സമ്പന്നനായ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാതൃകയായ ഒരു മഹാനായ വ്യക്തിത്വമാണ്, അങ്ങ് കുടുംബബന്ധം പുലർത്തുന്നവരാണ്,
അങ്ങ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവരാണ്, അങ്ങ് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകുന്നവരാണ്, അങ്ങ് ഭാരങ്ങൾ അനുഭവിക്കുന്നവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, അങ്ങ് ആളുകളെ സഹായിക്കുന്നവരാണ്. ഈ നന്മകളെല്ലാം ഒത്തിണങ്ങിയ അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല നബിയെ. നിങ്ങൾക്ക് അള്ളാഹു തന്ന ഈ സന്ദേശം സത്യത്തിന്റെ സന്ദേശമാണ്. അത് സ്വീകരിക്കുന്ന ഒന്നാമത്തവളായി ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ മുസ്ലിമാരാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. നബി തങ്ങളുടെ ആ ദൗത്യത്തിന്റെ ഒന്നാമത്തെ പിൻഗാമിയായി എല്ലാ പിന്തുണയും സഹായവും ചെയ്തു ജീവിതത്തിന്റെ അവസാനം വരെ മുത്തുനബി തങ്ങൾക്ക് താങ്ങും തണലുമായത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അലിവിന്റെ നൂറേ കനിവിന്നിലാവേ ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ. അലിവിന്നിലാവേ കനിവിന്റെ നൂറേ ഭയക്കേണ്ട തെല്ലും ഇലാഹുണ്ട് കൂടെ. വചനങ്ങളെല്ലാം അവൻ തന്നതല്ലേ, ഇരുലോകമാകെ പടച്ചവനല്ലേ. പുതപ്പിട്ടു മൂടു ഖദീജ ചേർത്തൊന്നണക്കൂ ഖദീജ. പുതപ്പിട്ടു മൂടു ഖദീജ ചേർത്തൊന്നണക്കൂ ഖദീജ. വിറക്കുന്നു മേനി പിടക്കുന്നു ദേഹി ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. വിറക്കുന്നു മേനി പിടക്കുന്നു ദേഹി ശമിക്കാത്ത ദാഹം തളർത്തുന്നു ദേഹം. ജിബ്രീൽ വന്ന് ഇഖ്റ തന്ന് ഖുർആന്റെ നൂറ് കലമിൽ തെളിഞ്ഞ് പുതപ്പിട്ടു മൂടു ഖദീജ ചേർത്തൊന്നണക്കൂ ഖദീജ. പുതപ്പിട്ടു മൂടു ഖദീജ ചേർത്തൊന്നണക്കൂ ഖദീജ. തന്നെ കൊണ്ട് കഴിയും വിധം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് മഹദി ചെയ്തത് എന്താ? തന്റെ കുടുംബത്തിലെ വറഖത്ത് ബിൻ നൗഫൽ എന്ന പേരുള്ള ആ പണ്ഡിതന്റെ അരികിലേക്ക് കൊണ്ടുപോവാൻ. തനിക്കറിയാത്ത കാര്യങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്ത് ഇത് സത്യത്തിന്റെ സന്ദേശമാണെന്ന് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ യാതൊരു സംശയവുമില്ലാതെ ആദ്യം വിളിച്ചു പറഞ്ഞത് സയ്യിദത്തുനാ ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മക്കത്തെ പ്രമാണിമാരെ വിളിച്ചു കൂട്ടുമെന്നാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കും. അവർക്കൊരു സൽക്കാരത്തിന് വേണ്ടി മാത്രം ആളുകളെ വിളിച്ചു കൂട്ടും. എന്നിട്ട് ഒരുമിച്ച് കൂടി ആളുകളോട് പറയും, ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് ഒരു കാര്യം പറയാനാ. എന്തിനാണെന്നറിയോ? എന്റെ ഭർത്താവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സത്യത്തിന്റെ പ്രവാചകനാണ്, അത് നിങ്ങൾ അംഗീകരിക്കണം. അത് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ വിളിച്ചു കൂട്ടിയത്. അങ്ങനെ മക്കത്തെ പ്രമാണിമാർക്ക് മുത്തുനബി തങ്ങളുടെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നടത്തിയ സൽക്കാരങ്ങൾ എത്രയാണ്, വിരുന്നുകൾ എത്രയാ, അതിനുവേണ്ടി ചെലവഴിച്ച പണം എത്രയാ. അവസാനം മക്കത്തെ രാജാത്തിയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ദരിദ്രയായി ലോകത്തോട് വിട പറയുകയാ. ആ ജീവിതകാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവര് സഹിച്ച ത്യാഗങ്ങൾ എത്രയാ, അവര് പട്ടിണി കിടന്ന ദിവസങ്ങൾ എത്രയാ. ഖുറൈശികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തെ മക്കക്കാര് ബഹിഷ്കരിച്ച ഒരു സമയമുണ്ട്. അബൂ അബീ ത്വാലിബ് എന്ന പേരുള്ള മലഞ്ചെരുവിൽ അവരെ കൊണ്ടുപോയി പാർപ്പിക്കുകയും അവർക്ക് പുറത്തിറങ്ങാൻ അവരെ അനുവദിക്കാതിരിക്കുകയും പുറത്തു നിന്ന് ഒരാളെയും അങ്ങോട്ട് കടത്തിവിടാതെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ 3 കൊല്ലത്തോളം അവരെ കഷ്ടപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ആ കാലത്ത്
ഭക്ഷണം പോലും കിട്ടാതെ ഹബീബിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് മരത്തിന്റെ പച്ച ഇലകൾ തിന്നുകൊണ്ടാണ് ജീവിതം നിലനിർത്തിയത് എന്ന് ചരിത്രത്തിൽ കാണാം. അത്രമേൽ പ്രയാസം നേരിട്ട ഒരു സമയം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കരയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് എന്തിനാണ് കരയുന്നത് നബിയേ? ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദീജ, ഞാൻ ഈ അവസ്ഥയെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞതല്ല, ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരുമല്ലോ എന്ന കാര്യത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞതല്ല. പട്ടിണി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഗതിയല്ല. ഞാൻ യതീമായി പിറന്നവരാണ്. ഞാൻ ദരിദ്രനായ അബൂ ത്വാലിബിന്റെ വീട്ടിൽ പട്ടിണി കിടന്നുകൊണ്ട് ജീവിച്ചവരാ. എനിക്ക് പട്ടിണി എന്നത് പ്രശ്നമല്ല. ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ കരയുന്നത് എന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടല്ല ഖദീജ, എന്റെ കരച്ചിൽ നിന്റെ കാര്യം ആലോചിച്ചുകൊണ്ടാ. നീ എങ്ങനെ ജീവിച്ചവളാണ് ഖദീജ? മുന്തിയ ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ച നീ, നല്ല പട്ടുമെത്തയിൽ കിടന്നുറങ്ങിയ നീ, അവസാനം എന്റെ കൂടെ പോന്നിട്ട് നിനക്ക് ഇങ്ങനെ പട്ടിണി കിടക്കേണ്ടി വന്നല്ലോ ഖദീജ. ഈ പ്രയാസകരമായ ജീവിതത്തിലൂടെ നിനക്ക് പോവേണ്ടി വന്നല്ലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തിന്റെ നേരമാകുമ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിലുണ്ട്. ഹബീബിനോട് പറയുന്നു, നബിയേ, ഈ ഖദീജ ദുനിയാവിൽ നിന്ന് വിട പറയുകയാ. ഈ ഖദീജ അങ്ങയോട് യാത്ര പറയുകയാ. അല്ലാഹുവിന്റെ ഹളറത്തിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. എനിക്ക് അവസാനത്തെ ചില ആഗ്രഹങ്ങളുണ്ട് നബിയേ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നിങ്ങൾ ആരെയും അനുവദിക്കരുത്. എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അങ്ങു തന്നെയാണ് യാ റസൂലല്ലാഹ്. അങ്ങയുടെ പരിശുദ്ധമായ പുണ്യം ചെയ്ത യമനീ പട്ടിന്റെ മാർദ്ദവമുള്ള ആ കൈകളുടെ സ്പർശമേറ്റിട്ട് എനിക്ക് പൂതി തീർന്നിട്ടില്ല യാ റസൂലല്ലാഹ്. അവസാനത്തെ ഒരു ആഗ്രഹം എന്നോണം എന്റെ മയ്യത്ത് അങ്ങ് കുളിപ്പിക്കുമോ നബിയേ? എന്റെ മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കഫൻ ചെയ്യാനുള്ള എന്റെ കഫൻ പുടവ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ കഫൻ പുടവ കൊണ്ട് അങ്ങനെ കഫൻ ചെയ്യണം യാ റസൂലല്ലാഹ്. എന്റെ മരണാനന്തര കർമ്മങ്ങളെല്ലാം അങ്ങ് തന്നെ എനിക്ക് വേണ്ടി ചെയ്തു തരണം യാ റസൂലല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയുകയാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ മയ്യത്ത് കുളിപ്പിച്ചു. കഫൻ ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞ ആ മടക്കി വെച്ച കഫൻ പുടവയുടെ മടക്കുകൾ നിവർത്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, 20ഓളം സ്ഥലങ്ങളിലാണ് ആ കഫൻ പുടവയിൽ കീറിയ അടയാളമുള്ളത്. അത് കണ്ടുകൊണ്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ വേദനിക്കുകയാണ്. എന്റെ ഖദീജ എങ്ങനെ ജീവിച്ചവളാ? പട്ടുവസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിച്ചവളല്ലേ? ഈ മക്കയിലെ രാജ്ഞിയെ പോലെ, രാജാത്തിയെ പോലെ കഴിഞ്ഞവളല്ലേ? ഇട്ടുടുക്കാൻ എത്ര വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം വിശുദ്ധമായ ദീനിന് വേണ്ടി സമ്പത്തെല്ലാം ചെലവഴിച്ച് കഫൻ ചെയ്യാൻ കീറാത്ത ഒരു തുണി പോലും ഇല്ലാത്ത വിധം എന്റെ ഖദീജ അത്രമേൽ ദരിദ്രയായി പോയല്ലോ എന്നോർത്തുകൊണ്ട് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയ ഒരു സമയമായിരുന്നു അത്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ രാജാതിരാജനായ റബ്ബ് തആല ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് പകരം കൊടുക്കുന്നത് എന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് മുത്ത് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നബിയേ, അങ്ങയുടെ പ്രിയപ്പെട്ട ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിലെ സുന്ദരമായ ഒരു മണിമാളികയാണ് അല്ലാഹു പകരം നൽകുന്നത്. ആ മണിമാളികയിൽ ഒച്ചപ്പാടുകളില്ല, അവിടെ തർക്കങ്ങളില്ല, ശബ്ദകോലാഹലങ്ങളില്ല. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ശബ്ദകോലാഹലങ്ങളുമായി പ്രയാസങ്ങളുമായി ജീവിച്ച ഖദീജ ബീവിക്ക് ഇനി ശാന്തമായി വിശ്രമിക്കുവാൻ, യാതൊരുവിധ പ്രയാസങ്ങളുമില്ലാത്ത, ഒരു വിധത്തിലുള്ള കോലാഹലങ്ങളുമില്ലാത്ത, അപശബ്ദങ്ങളുമില്ലാത്ത ഒരു സുന്ദരമായ കൊട്ടാരമാണ് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു പകരം കൊടുക്കുക എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹാക്ക് അല്ലാഹുവിന്റെ അരികിൽ ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് മുത്ത് നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നാളെ സ്വർഗ്ഗത്തിലെ ഉന്നതമായ കൊട്ടാരത്തിൽ സന്തോഷിക്കുമ്പോൾ ആ കൊട്ടാര മുറ്റത്തിങ്ങനെ ചെന്നു നിൽക്കണം. എന്നിട്ട് അതിന്റെ മട്ടുപ്പാവിലേക്ക് ആ കിളിവാതിലിലൂടെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പൂമുഖമൊന്നു കാണണം. അല്ലാഹുവേ,
ആ സ്വർഗീയ ലോകത്ത് മഹദിയോടൊപ്പം ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതിനെ മദ്ഹൊരു കാരണമാക്കണേ അല്ലാ, അതിനെ സ്വലാത്തൊരു കാരണമാക്കണേ അല്ലാ. ഉറക്കെ ചൊല്ലണേ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ. ശബ്ദത്തിൽ ചൊല്ലണേ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ. ശബ്ദത്തിൽ ചൊല്ലും മുഅ്മിനീങ്ങളെ. പതിമക്ക പിറന്നോരേ പരൻ തന്ന റസൂലോരേ, പരലോക ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ, സ്വലാത്തുല്ലാ സലാമുല്ലാ. നല്ല ശബ്ദത്തിൽ ചൊല്ലു, ആവേശത്തിൽ ചൊല്ലു. ഈ സ്വലാത്തുകൾ മദീനയിലെത്തണം. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. മടങ്ങി വരുന്ന യാതനകൾ, മനം പിടയുന്ന വേദനകൾ, മരുന്ന് ഹബീബിൽ നല്ല സലാം പറഞ്ഞാൽ നീങ്ങും കുല്ലബലാൽ. സ്വലാത്തുല്ലാ സലാമുല്ലാ. സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനിക്കാത്ത മഹത്വങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ പ്രിയപ്പെട്ട സ്വഹാബിമാർ അള്ളാഹുവിന്റെ ഹബീബിനെ ഇത്രമേൽ സ്നേഹിച്ചത്, ബഹുമാനിച്ചത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാര് സ്നേഹിച്ച പോലെ ഒരു സമൂഹവും അവരുടെ നേതാവിനെ സ്നേഹിച്ചിട്ടില്ല. അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാര് ബഹുമാനിച്ച പോലെ, ആദരിച്ച പോലെ ഒരു നേതാവിനെയും ആ നേതാവിന്റെ അനുയായികൾ ബഹുമാനിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്തുകൊണ്ട് നബി തങ്ങൾക്ക് കൈ കൊടുത്തത് മുതൽ, ബൈഅത്ത് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചത് മുതൽ ആ കൈ കൊണ്ട് തന്റെ ശരീരത്തിലെ മോശമായ ഭാഗങ്ങൾ എവിടെയും തൊടാതെ ജീവിച്ചവരാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നബിതങ്ങൾക്ക് കൊടുത്ത കൈയാണത്. ഹബീബിന്റെ പരിശുദ്ധമായ കരങ്ങളിൽ തൊട്ട കൈകളാണ്. ആ കൈകളെ കൊണ്ടൊരിക്കലും എന്റെ ശരീരത്തിലെ മോശപ്പെട്ട ഭാഗങ്ങൾ ഞാൻ തൊടുകയില്ല എന്ന ശപഥം ചെയ്തുകൊണ്ട് അത് ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. മുത്ത് നബിതങ്ങളെ സ്നേഹിച്ചത് അങ്ങനെയാണ്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ തന്റെ വീട്ടിൽ വാതിലടച്ചിരുന്നു കൊണ്ട് കരയുകയാണ്. മദീനത്തെ പള്ളിയിൽ കടന്നു വരുന്ന ഓരോ സ്വഹാബിമാരെയും മുത്ത് നബി തങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അവർ പള്ളിയിൽ വന്നില്ല എങ്കിൽ നബി തങ്ങൾ കൂടെയുള്ളവരോട് അന്വേഷിക്കാറുണ്ട്. അവർക്ക് വല്ല രോഗവുമാണെങ്കിൽ ചെന്ന് സന്ദർശിക്കാറുണ്ട്. അവർക്ക് മറ്റു വല്ല പ്രയാസങ്ങളുമാണെങ്കിൽ അതിന് പരിഹാരം കാണിച്ചു കൊടുക്കാറുണ്ട്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു 2-3 ദിവസമായി പള്ളിയിൽ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സാബിത്ത് എവിടെയാ? സ്വഹാബിമാര് പറഞ്ഞു, നബിയേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. നബി തങ്ങൾ കാണാൻ വേണ്ടി നബി തങ്ങൾ ആളെ പറഞ്ഞേക്കുകയാണ്, കാണാൻ വേണ്ടി ആളെ പറഞ്ഞേക്കുകയാണ്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വരികയാണ്. ചോദിച്ചു, സാബിത്തേ നിങ്ങൾക്ക് എന്തു പറ്റിയതാ? നിങ്ങൾ എന്തേ വീട്ടിൽ തന്നെ വാതിലടച്ചിരുന്നത്? എന്തേ പരിശുദ്ധമായ മദീനത്തെ ഈ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി എന്റെ കൂടെ വരാതിരുന്നത്? സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് അല്ലാഹ് ഇറക്കിയിട്ടുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടിയാകുന്ന നബിയെ. എന്താണ് ഈ ആയത്ത്? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. നിങ്ങൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. നിങ്ങൾ പരസ്പരം സംസാരിക്കുന്ന പോലെ ശബ്ദമുയർത്തി മുത്ത് നബി തങ്ങളുടെ മുമ്പിൽ നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ സകല അമലുകളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. ഈ ആയത്ത് കേട്ടത് മുതൽ
സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വാതിലടച്ചിരുന്നു കൊണ്ട് കരയുകയാണ്. നബിയേ, അങ്ങയോട് ഞാൻ എപ്പോഴെങ്കിലും സംസാരിക്കുന്ന നേരത്ത് എന്റെ ശബ്ദം ഒരൽപ്പമെങ്കിലും ഒന്ന് ഉയർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്റെ അമലുകളെല്ലാം അല്ലാഹു പൊളിച്ചു കളയുമല്ലോ നബിയേ. ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളെല്ലാം വെറുതെയാണല്ലോ നബിയേ. എന്റെ ഇബാദത്തുകളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ലല്ലോ നബിയേ. അതോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയുണ്ട് യാ റസൂലല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, സാബിത്തെ നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ആ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. അങ്ങനെയാണ് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്. നിങ്ങളൊന്ന് വെറുതെ മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ സഹോദരങ്ങളെ. പരിശുദ്ധമായ മസ്ജിദുൻ നബവി ഇന്നത്തെ മസ്ജിദുൻ നബവി അല്ല, വെള്ള കൊട്ടാരം പോലെ തല ഉയർത്തി നിൽക്കുന്ന മസ്ജിദുൻ നബവി അല്ല. 1300 വർഷങ്ങൾക്കപ്പുറമുള്ള ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണി കഴിപ്പിച്ച ആ മസ്ജിദുൻ നബവി, ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചുണ്ടാക്കിയ ചുമരുകൾ, ആ ചുമരുകൾക്ക് മുകളിൽ ഈത്തപ്പനയുടെ ഉണങ്ങിയ ഓലകൾ ഇങ്ങനെ മേഞ്ഞ മേൽക്കൂര, ആ മേൽക്കൂരക്ക് താഴെ വെറും മണ്ണിൽ സ്വഹാബിമാർ ഇരിക്കുകയാണ്. അവരുടെ മുമ്പിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുകയാണ്. കഅന്ന അലാ റൂസിഹിമുത് തയ്ർ. എങ്ങനെയാണ് അവർ ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്നത്? ഒരു മനുഷ്യന്റെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോവാതിരിക്കാൻ എത്രമേൽ അച്ചടക്കത്തോടുകൂടി ഒരാൾ ഇരിക്കുമോ അതുപോലെ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ മുഖത്തേക്ക് മാത്രം നോട്ടമിട്ട് അവിടുത്തെ വാക്കുകളിൽ മാത്രം മനസ്സർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം സ്വഹാബിമാർ. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ പരിപൂർണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചുയർന്ന പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം ആ സദസ്സൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ സഹോദരങ്ങളെ. ആ സദസ്സിന്റെ ഒരു മൂലയിൽ ഇരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിലോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈകൾ കോർത്തു പിടിച്ച് മദീനയിലൂടെ നടക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിലോ? ഹബീബിന്റെ കാലത്ത് മരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിലോ? നമ്മുടെ മയ്യത്ത് നമസ്കാരത്തിന്റെ മുത്തുനബി തങ്ങൾ വന്നിട്ട് അല്ലാഹുവേ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി മുത്തുനബി തങ്ങൾ ദുആ ചെയ്തിരുന്നെങ്കിലോ? എത്ര വലിയ ഭാഗ്യത്തിന്റെ ഉടമകളായിരുന്നു ആയി മാറുമായിരുന്നു നമ്മൾ. അന്ത്യദൂതരേ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, അന്ത്യദൂതരേ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ, ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. അല്ലാഹുവേ, ആ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽ ഒരാളായി ജനിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായില്ല. നാളെ മഹ്ശറയിൽ കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാർക്കിടയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചറിയുന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈന്തപ്പനയോല ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു, ജീവിതം ആനബിയോരിലായി നൽകി കരം പിടിച്ച് നടന്നു. ഈന്തപ്പനയോല ചോടെ ഹബീബരെ ഓരത്തവരിരുന്നു, ജീവിതം ആനബിയോരിലായി നൽകി കരം പിടിച്ച് നടന്നു. ബദറുഹദിൻ ശരമാരിയിൽ അവരെഴുതിയ ശുഭകഥകളിലെ ബദനുരുകി തണലിട്ടു ഹബീബരെ കവചമിടുന്നവരെ,
ബദറിന്റെയും ഉഹദിന്റെയും പിരിമാറിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അവർ സമർപ്പിച്ച ത്യാഗം എത്രയാ. തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസവും അവർ ചെലവഴിച്ചത് മുത്ത് നബി തങ്ങൾക്കാണ്. തങ്ങളുടെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തത്തിന്റെ അവസാനത്തെ തുള്ളിയും അവർ ചെലവഴിച്ചത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ്. അവസാനം എണ്ണിയാൽ ഒടുങ്ങാത്ത വെട്ടും കുത്തുമേറ്റ് യുദ്ധക്കളത്തിൽ വീണ് പിടഞ്ഞ് മരണത്തോട് മല്ലടിച്ചു നിൽക്കുമ്പോഴും അവർ അവസാനം പറഞ്ഞത് എന്റെ മുത്തുനബി തങ്ങൾക്ക് ഇതാ എന്റെ ഒരു സലാം അവസാനമായി നിങ്ങൾ അറിയിക്കുമോ എന്ന് കൂടെയുള്ളവരോട് പറഞ്ഞു ലോകത്തോട് വിട പറഞ്ഞു പോയവർ. അല്ലാഹുവേ, ആ മഹാരഥന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ കാലത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ആ മദീനത്ത് പിറക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ല, ആ ഹബീബിന്റെ പരിശുദ്ധ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായില്ല. അവസാന കാലത്തിന്റെ ചണ്ടികളായി ജനിച്ചു വീണ ഞങ്ങൾക്ക് സ്വലാത്തിന്റെ പരിമളം കൊണ്ട് ജീവിതത്തിൽ ഖൈറിന്റെ വഴികൾ തുറന്നു തരണേ അല്ലാ. ഞങ്ങളുടെ ചെയ്തുപോയ തെറ്റുകൾ നീ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പുറത്തു തരണേ അല്ലാ. യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂ ലിൽ ഹദീസിൽ ആമിമി. ഉത്തമരാം നബി തങ്ങളെ അഭയം മങ്ങാ തിങ്കളെ ഭീതികളേറും നാളില് അഭയം നൽകൂ എന്നില്. ചൊല്ലു മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ ആബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇനി അവസാനത്തിലേക്ക് കടക്കുകയാണ്. വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ഒരല്പ നിമിഷങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ മജ്ലിസ് ഇനി നമ്മൾ മദീനയിലേക്ക് ഖൽബ് കൊണ്ടൊരു യാത്രക്കൊരുങ്ങുകയാണ്. ഒരല്പസമയം ജീവിതത്തിന്റെ മറ്റു തിരക്കുകളൊക്കെ മാറ്റിവെച്ച് മറ്റു ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് മദീനയുടെ മനോഹരമായ ചിത്രം നമ്മുടെ ഖൽബിൽ ഇങ്ങനെ കൊണ്ടുവരാൻ ഈ സദസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിൽ നമ്മൾ ഇങ്ങനെ ചെന്നു നിന്ന് നമ്മുടെ വേദനകൾ പറയുകയാണ്, നമ്മുടെ പാപഭാരങ്ങൾ അവിടെ ഇറക്കി വെക്കുകയാണ്. ആ സമയത്ത് മനസ്സറിഞ്ഞ് കൽബിന്റെ ഉള്ളിൽ നിന്ന് ഒരു വേദനയോടെ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ സ്വലാത്തും സലാമും ചൊല്ലാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, ഇൻഷാ അല്ലാഹ് ഒന്ന് എഴുന്നേറ്റ് ഈ സദസ്സിന്റെ ഏറ്റവും മുമ്പിലേക്ക് ഒന്ന് വരാം. ഏറ്റവും അടുത്തേക്ക് കസേരയ്ക്ക് അവിടെ നിന്നോട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി സ്റ്റേജില്ല, വേദിയില്ല, പ്രഭാഷകനില്ല, ശ്രോതാക്കളില്ല, നമ്മളൊരു സംഘമായി ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ മദീനയിലേക്ക് നമ്മുടെ കൽബ് കൊണ്ടൊരു യാത്രക്കൊരുങ്ങുകയാണ്. ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒരു തുള്ളി കണ്ണുനീരെങ്കിലും കണ്ണിൽ നിന്ന് മുതിർന്ന് വീഴാതെ ഈ സദസ്സിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് പോകരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈറ്റുകൾ ഒന്ന് ഓഫ് ചെയ്യണം. ഓപ്പറേറ്റർ, ഈ ലൈറ്റുകൾ നമുക്കൊന്ന് ഓഫ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഇല്ലേ, ആളില്ലേ? ദൂരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വന്ന് ഇൻഷാ അല്ലാഹ് ലൈറ്റുകളൊന്ന് എല്ലാ ലൈറ്റുകളും പരമാവധി ഒന്ന് ഓഫ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. നമ്മൾ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നത് മുഅ്മിനീങ്ങളെ നമുക്ക് പൂർണ്ണമായി ഒരു ഹുദൂറുൽ ഖൽബ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൽബ് ഈ സദസ്സിലേക്ക് വരണം. നമ്മുടെ കൽബ് നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് മദീനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ അറിയാതെ ഹബീബിന്റെ വിശുദ്ധമായ നാമം കേൾക്കുമ്പോൾ എത്ര സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിശുദ്ധമായ മദീനയിൽ എത്തിക്കുകയും അതിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് മദീന കാണാനുള്ള വഴി അല്ലാഹു തുറന്നു തരികയും ചെയ്യട്ടെ. പഠിച്ചോനെ, ഈ വിശുദ്ധമായ മജ്ലിസിൽ ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് ഖൽബ് മദീനയിലേക്ക് ചേർത്ത് വെച്ച് സ്വലാത്തും സലാമും ചൊല്ലുന്നുണ്ടോ, അല്ലാഹുവേ അവർക്ക് നീ മദീനത്ത് ചെന്ന് സലാം പറയാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സഹോദരങ്ങളെ, അതുകൊണ്ട് മനസ്സറിഞ്ഞ് മറ്റുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് നമ്മൾ മദീനയിലേക്ക് ഒരു യാത്രക്കൊരുങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ മജ്ലിസ് പ്രാർത്ഥനക്കുത്തരമുള്ള ഒരു മജ്ലിസാക്കി തരട്ടെ. എല്ലാവരും ഒന്ന് കണ്ണടക്കുക. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒന്ന് കണ്ണടക്കുക. കണ്ണടച്ച് മനസ്സൊന്ന് ശാന്തമാക്കുക. എല്ലാ ചിന്തകളും മനസ്സിൽ നിന്നും മറന്നു കളയുക.
നമ്മുടെ ജോലിയും കുടുംബവും മക്കളും അങ്ങനെ ജീവിതത്തെ അലട്ടുന്ന സകല കാര്യങ്ങൾ മനസ്സിൽ നിന്ന് അല്പസമയത്തേക്ക് മറക്കുക, എല്ലാം മറന്നുകളയുക. ഈ വിശുദ്ധമായ മജ്ലിസിലേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. ഞാനുള്ളത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ മദ്ഹ് പറയുന്ന ഒരു മജ്ലിസിലാണ് എന്ന് മാത്രം മനസ്സിൽ ചിന്തിക്കുക. നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്, അതിനെപ്പറ്റി മാത്രമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. കണ്ണടച്ചിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഒരു ശൂന്യത മാത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. നമ്മൾ നമ്മുടെ അകക്കണ്ണിൽ വിശുദ്ധമായ മദീന കാണുകയാണ്. മദീനയുടെ ചിത്രമെങ്കിലും കാണാത്തവരായി നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ലല്ലോ. മദീന നേരിട്ട് കണ്ടവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം, ചിത്രത്തിലെങ്കിലും മദീന കണ്ടവരാണ് നമ്മളെല്ലാം. ആ പരിശുദ്ധമായ പുണ്യനഗരിയുടെ ഓരോ മുക്കുമൂലകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരട്ടെ. നമ്മുടെ കൽബിനി മദീനയിലേക്കൊരു യാത്ര പോവാൻ. അങ്ങകലെ കടലും കാട്ടാറുകളും മരുഭൂമിയും മാമലകളും താണ്ടി മദീന എന്ന നഗരിയിലേക്ക് നമ്മുടെ ആത്മാവ് പറന്നിറങ്ങുകയാണ്. അമരചുംബികളായ കെട്ടിടങ്ങൾ കാണാം, വിശാലമായ റോഡുകൾ കാണാം. മദീന എന്നത് ആധുനികമായൊരു നഗരിയാണ്. മദീനയിലെ എല്ലാ കെട്ടിടങ്ങളെക്കാളും തല ഉയർത്തി നിൽക്കുന്നത് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ആ മനോഹരമായ വെള്ളമിനാരങ്ങളാണ്. ആ വെള്ളമിനാരങ്ങളുടെ പ്രൗഢി നമ്മുടെ കൺമുമ്പിൽ നമ്മളിങ്ങനെ കാണുകയാണ്. എന്തൊരു ഗാംഭീര്യമാണ്, എന്തൊരു ചന്തചാരുതയാണ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു ശാന്തതയാണ്, എന്തൊരു ആകർഷണീയതയാണ് മദീന എന്ന പുണ്യനഗരിക്ക്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് വിശ്വാസികൾ കടന്നു വന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് ചൂടുള്ള കണ്ണുനീര് ഒഴുകി വീണ മണ്ണാണ് മദീന. എത്രയെത്ര മനുഷ്യരാണ് മദീനയിൽ വന്ന് പുതിയ മനുഷ്യരായി തിരിച്ചുപോയത്. എത്രയെത്ര ആളുകളാണ് തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹം നേടി വിശുദ്ധമായ മദീനത്ത് നിന്ന് യാത്രയായത്. എത്ര കണ്ടാലും കൊതി തീരാത്ത മണ്ണല്ലയോ മദീന, എത്ര വർണ്ണിച്ചാലും പൂതി തീരാത്ത നാടല്ലയോ മദീന. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയെത്ര ജീവൻ മദീന. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയെത്ര ജീവൻ മദീന. ദൂരെ 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 മദീന, വാരിപ്പുണരുന്നതെന്നാ നബീന. അങ്ങകലെ കാതങ്ങൾ അകലെ മദീന എന്ന പുണ്യനഗരിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ സഹോദരങ്ങളെ? നിങ്ങളുടെ അകക്കണ്ണില് ആ മസ്ജിദുൻ നബവി എന്ന വെള്ളക്കൊട്ടാരത്തിന്റെ പ്രൗഢി, വെള്ള മാർബിളുകൾ പതിച്ച അതിന്റെ മനോഹരമായ തിരുമുറ്റം, ആ തിരുമുറ്റങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന തൂണുകൾ, ആ തൂണുകൾക്ക് മുകളിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന വലിയ വലിയ കുടകൾ, അത് മദീനയുടെ ഒരു ഐക്കണാണല്ലോ. എവിടെ വെച്ച് നമ്മളത് കണ്ടാലും അത് മദീനയുടെ ചിത്രമാണെന്ന് തിരിച്ചറിയും വിധം പരിശുദ്ധമായ മദീന നമ്മുടെ കൽബകങ്ങളിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. ആ മദീന എന്ന പുണ്യനഗരി ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കാത്തവർ നമുക്കിടയിൽ ഉണ്ടാകുമോ? വിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നമ്മളിങ്ങനെ നിലകൊള്ളുമ്പോൾ വലതുവശത്ത് നാം കാണുന്നത് ജന്നത്തുൽ ബഖീഅ എന്ന മനോഹരമായ ഖബർസ്ഥാനാണ്. മഹദിയായ സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്തി ഉറങ്ങുന്നത് അവിടെയാണ്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നത് അവിടെയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉള്ളത് അവിടെയാണ്. ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒരുപാട് മഹദിമാരുള്ളത് അവിടെയാണ്. ആ മഹത്തായ ജന്നത്തുൽ ബഖീഅ നമ്മുടെ വലതുവശത്ത്, നമ്മുടെ ഇടതുവശത്ത് തല ഉയർത്തി നിൽക്കുന്ന കരിമ്പാറ കെട്ടുകളെ കൊണ്ട് നിറഞ്ഞ ഉഹദ് മലയാണ്. നമ്മുടെ കൺമുമ്പിലുള്ളത് ആ പച്ചക്കുബ്ബയാണ്. ആ പച്ചക്കുബ്ബയുടെ തണലിലാണ് ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ കടലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ആ പച്ചക്കുബ്ബയുടെ തിളക്കം നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഇങ്ങനെ കാണുകയാണ്. हरा गुंबद जो देखोगे जमाना भूल जाओगे, अगर तौबा को जाओगे तो आना भूल जाओगे. മദീനയിലൊന്ന്
ചെന്നിടണം, മനസ്സ് തുറന്ന് കരഞ്ഞിടണം, പതിയെ സലാം ചൊല്ലിടണം, പരിച്ചൻ ഖൽബ് നൽകിടണം. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് നീ ഭാഗ്യം നൽകണേ അല്ലാ. ആ പരിശുദ്ധമായ പുണ്യഭൂമിയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ലാ. ആ മഹനീയമായ മദീനയിലൂടെ നടക്കാൻ, ആ പച്ചക്കുബ്ബയുടെ ചാരവൊന്നു നിൽക്കാൻ, കണ്ണിറയെ ആ മഹനീയമായ വെള്ളക്കൊട്ടാരം ഇങ്ങനെ നോക്കിക്കാണാൻ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് സ്വലാത്തും സലാമും ചൊല്ലാൻ ഈ ഭാവികൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അവിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് ആ പച്ചക്കുബ്ബയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. മനസ്സ് വല്ലാതെ പതറുകയാണ്, ചിന്തകൾ കടിഞ്ഞാണില്ലാതെ പറക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒരുപോലെ തോന്നുന്ന ഒരു നിമിഷമാണത്. എങ്ങനെയാണ് സന്തോഷം തോന്നുന്നത്? അല്ലാഹുവേ, നിന്റെ ഈ കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാർക്കിടയിൽ നിന്ന് ഈ പരിശുദ്ധമായ മദീന കാണാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ എന്നോർക്കുമ്പോഴുള്ള സന്തോഷം. മറ്റൊന്ന്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന നേരത്ത് എന്റെ കൽബിനെ ഹറാമിന്റെ കറകളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ യാ റസൂലല്ലാഹ്. പാപങ്ങളുടെ മാറാപ്പും തലയിലേറ്റ് ഞാൻ ഈ മദീനയിൽ വന്നിരിക്കുന്നു നബിയേ. അതോർക്കുമ്പോഴുള്ള സങ്കടം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്നു നിൽക്കാൻ യോഗ്യതയില്ലാത്ത പാപിയാണ് ഞാൻ എന്നോർക്കുമ്പോഴുള്ള പ്രയാസം. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് ഞങ്ങൾ. ഈ കണ്ണുകളെ കൊണ്ട് ഞങ്ങൾ കണ്ടുകൂട്ടിയ ഹറാമുകൾക്ക് കയ്യും കണക്കുമില്ല. ഈ കാതുകളെ കൊണ്ട് ഞങ്ങൾ കേട്ട ഹറാമുകൾ എത്രയാണ്. ഈ നാവുകളെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞ ഹറാമുകൾ എത്രയോ അധികമാണ് നബിയേ. ഈ കൈകൾ ഹറാമിന്റെ കറപുരണ്ട കൈകളാണ് നബിയേ. ഈ കാതുകളെ കൊണ്ട്, ഈ കൈകാലുകളെ കൊണ്ട് ഞങ്ങൾ എത്രയെത്ര ഹറാമുകളിലേക്കാ കടന്നുപോയത്. യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുമോ നബിയേ? ഞങ്ങളോട് പൊറുക്കുമോ നബിയേ? ഞങ്ങളുടെ തെറ്റുകൾ പൊറുക്കാൻ രാജാതിരാജനായ റബ്ബിനോട് അങ്ങൊന്നു പറയുമോ യാ റസൂലല്ലാഹ്? പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകോ റസൂലേ. പാപത്തിരമാല തലമേൽ മറിഞ്ഞു, പാപിക്കൊരു തൗബ നൽകോ റസൂലേ. പാവമാണേ ഞാൻ കരളിൻ്റെ കരളേ, പാതി വഴി എന്നെ മടക്കല്ലേ നൂറേ. ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ, എന്റെ ഹൃദയത്തിനിരുളങ്ങുമാറാൻ. ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ, ഇനിയും കരിയാത്ത പാപങ്ങൾ തീരാൻ. ഈ ഹറാമുകൾ കണ്ട കണ്ണുകളെ കൊണ്ട് അങ്ങയുടെ പരിശുദ്ധമായ പച്ചക്കുപ്പ ഞങ്ങളൊന്ന് കൺകുളിർക്കെ കണ്ടോട്ടെ യാ റസൂലല്ലാഹ്. ഈ ഹറാമുകൾ പറഞ്ഞ നാവുകളെ കൊണ്ട് ആ പരിശുദ്ധമായ ഹദറത്തിൽ വന്നിട്ട് മനസ്സ് പൊട്ടി ഞങ്ങളൊന്ന് വിളിച്ചോട്ടെ യാ റസൂലല്ലാഹ്. അങ്ങ് കേൾക്കുമോ നബിയേ? അങ്ങ് ഏറ്റെടുക്കുമോ നബിയേ? അങ്ങ് കൈപിടിക്കുമോ നബിയേ? അങ്ങ് രക്ഷപ്പെടുത്തുമോ യാ ഹബീബല്ലാഹ്? ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? ഈ കൈകളിൽ ഹറാമിന്റെ കറകളാൽ, ഹറാമിന്റെ കറപുരണ്ട മലിനമായ ഈ കൈകളെ കൊണ്ട് ആ മദീനത്തെ മണ്ണൊന്ന് ഞങ്ങൾ തൊട്ടോട്ടെ യാ റസൂലല്ലാഹ്. ആ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചുമരുകളിൽ ഞങ്ങളൊന്ന് ഈ ഹറാമിന്റെ കൈകളെ കൊണ്ട് തൊട്ട് തലോടിയാൽ അങ്ങ് ആ കൈകൾ തട്ടിത്തെറിപ്പിക്കുമോ
യാ ഹബീബല്ലാഹ്, ഒന്ന് തൊട്ടോട്ടെ ഈ നല്ല മണ്ണിൽ, തട്ടി മാറ്റിയിടുമോ സ്നേഹമുല്ലേ? തൗബ ചെയ്തോട്ടെ, തൗബ ചെയ്തോട്ടെ ഈ കാലിൻ ചോട്ടിൽ, തൂബാലക എന്ന് ചൊല്ലാമോ മെല്ലെ. അങ്ങയുടെ കാൽക്കൽ വന്നിട്ട്, അങ്ങയുടെ കാലിനടിയിൽ വന്നിട്ട് ഞങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ രാജാതിരാജനായ റബ്ബിന്റെ ഹദ്റത്തിൽ നിന്ന് ഞങ്ങൾക്ക് തൗബ വാങ്ങി തരുമോ യാ റസൂലല്ലാഹ്? പരിശുദ്ധമായ മദീന നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ കൽബിൽ ആ വിശുദ്ധമായ മദീനയുടെ പ്രകാശം നമ്മൾ അനുഭവിക്കുകയാണ്. ആ പരിശുദ്ധമായ മദീനത്ത് നിന്ന് ഒരു മന്ദമാരുതൻ നമ്മുടെ ആത്മാവിന് തഴുകിത്തലോടുന്ന പോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയുകയാണ്. ആ വിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് ആ പച്ചക്കുപ്പയിലേക്ക് ഇങ്ങനെ കൺകുളിർക്ക നോക്കി നിൽക്കുകയാണ് നമ്മൾ. മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളൂ, നമ്മുടെ തെറ്റുകൾ ഈ സ്വലാത്ത് കൊണ്ട് പൊറുക്കപ്പെടണം, നമ്മുടെ കടങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് വീട്ടപ്പെടണം, നമ്മുടെ രോഗങ്ങൾ ഈ സ്വലാത്ത് കൊണ്ട് ശിഫയാവണം, നമുക്ക് ഈമാനോടെ ജീവിക്കാൻ, ഈമാനോടെ മരിക്കാൻ ഈ സ്വലാത്ത് കാരണമാവണം. മരിക്കുന്ന നേരത്ത് ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഹബീബിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ നാളെ ഖബറിൽ ഞങ്ങൾക്കൊരു കൂട്ടുകാരനാക്കി തരണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ നാളെ ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് സമാധാനമാക്കി തരണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ ഒരു വഴിയാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന വഴിയാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തുകൾ നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ അരികിലേക്ക് കടന്നു ചെന്ന് വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകുന്ന നന്മയാക്കണേ അല്ലാഹ്. സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ മിന്നൽ വേഗതയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിലേറി കടന്നു പോവാൻ ഈ സ്വലാത്തുകൾ കാരണമാക്കണേ അല്ലാഹ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിലായി ഒരുമിച്ച് കൂടാൻ ഈ സ്വലാത്ത് കാരണമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് മനസ്സറിഞ്ഞു ചൊല്ലിക്കോ. കൽബ് മദീനയിലാണ്, കൽബ് മദീനയിലാണ്. അകക്കണ്ണിൽ മദീന നിറഞ്ഞു നിൽക്കുകയാണ്. കൺമുമ്പിൽ ആ പച്ചക്കുബയുടെ തിളക്കമാണ്, ആ പച്ചക്കുബയുടെ തിളക്കമാണ്. മനസ്സറിഞ്ഞു ചൊല്ലിക്കോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ചൊല്ലു അസ്സലാത്തു വസ്സലാമു يا رسول الله. الصلاة والسلام عليك 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 يا رسول الله. അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളവേ, അങ്ങകലെ ധന്യമദീനയിൽ മയങ്ങുന്ന മണിമുത്ത് നൂറുള്ളവേ, കരയുന്ന കൽബാല് ഒരു സ്നേഹി പാടുന്നു കേൾക്കാമോ യാ റസൂലേ, കേൾക്കാമോ യാ റസൂലേ. ഉമ്മത്തിൽ ഒരുവന്റെ വേദന സഹിക്കുവാൻ അങ്ങേക്ക് മനം വരില്ല. ഉമ്മത്തിൽ ഒരുവനെന്നതല്ലാതെ വേറെ എന്നിൽ അർഹതയേതുമില്ല, അർഹതയേതുമില്ല. എല്ലാരും എന്നെ ഇനി വേണ്ടെന്നു പറഞ്ഞാലും അങ്ങനെ കൈവിടല്ല. എല്ലാരും എന്നെ ഇനി വേണ്ടെന്നു പറഞ്ഞാലും അങ്ങനെ കൈവിടല്ല.
ഇല്ലാരും എനിക്ക് അങ്ങല്ലാതെ തുണക്ക് ഖുദ് ബിയദി റഹ്മത്തല്ലാഹ് ഖുദ് ബിയദി റഹ്മത്തല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ റബ്ബേ. അത് മദീനത്തെത്താൻ ഒരു കാരണമാക്കണേ അല്ലാ. ഹബീബിന്റെ തിരുനോട്ടമുള്ള മജ്ലിസാക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നേടിയിട്ടല്ലാതെ ഈ സദസ്സിൽ നിന്ന് ഞങ്ങളെ പിരിച്ചുവിടല്ലേ അല്ലാ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു ഈ മജ്ലിസിനെ ഖബൂലാക്കട്ടെ.